So for me, winning this election, it was a symbol of the trust, the love, the faith that the people of Wayanad put in me, and it was also a symbol of the trust that all of you are putting in me. എന്നെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയും വയനാട്ടിലെ ജനങ്ങളും നിങ്ങൾ ഓരോ പ്രവർത്തകരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ കൂടി ലക്ഷണമാണ്. All of you embraced me like family. My brother had told me that before I came here. He said, you will see, you will get so much love in Wayanad, it will become like your family. But I didn't even expect how much love I got over here. ഈ എല്ലാവരും എന്നെ ആശ്ലേഷിച്ചു, എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി. എന്റെ സഹോദരൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. പക്ഷെ ഞാൻ എത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. So this victory in the election, it doesn't belong to me, it belongs to all of you. അതുകൊണ്ട് ഈ വിജയം എനിക്കല്ല, പക്ഷെ ആ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And now for the next 4.5 years, we have our work cut out for us. ഇനി നമുക്ക് അടുത്ത 4.5 വർഷക്കാലം നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച്. As you already know, it is not only during the elections that we need to reach out to people. We need to be there to hold their hands if something happens. If there is some trouble, we need to be by their side. If there is anything that we can do, we need to be present to be able to do that for them. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത്. ജനങ്ങളുടെ ഓരോ കഷ്ടതയിലും അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവർ ദുരിതങ്ങൾ നേരിടുമ്പോൾ, അവർക്ക് വേണ്ടപ്പോഴെല്ലാം നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കണം. In fact, it is much more so in the everyday life than only at election time. In the everyday life of people, we have to be there, we have to be present. They have to know who the UDF person is. They have to be able to reach us when they need us. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അവർക്കൊരു കഷ്ടത വരുമ്പോൾ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ UDFന്റെ നേതാക്കന്മാരെ സമീപിക്കാൻ കഴിയുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയണം.